പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. പ്രിയ ഇളവള്ളിമഠം തത്സമയം ഇപ്പോൾ ആ ലോട്ടറി ഏജൻസിയിൽ നിന്ന് ചേരുകയാണ്. പ്രിയ, ഈ ഭാഗ്യശാലി ആരാണ്, ആർക്കാണ് ഈ ടിക്കറ്റ് കൊടുത്തത് എന്ന് ലോട്ടറി ഏജൻസിയിലുള്ളവർക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? എങ്ങനെയാണ് അവർ സന്തോഷം പങ്കുവെക്കുന്നത്? അമീന, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാലക്കാട് ഭാഗ്യജില്ലയായി മാറുകയാണ്. സമ്മർ ബമ്പർ ടിക്കറ്റിന്റെ നറുക്കെടുപ്പിൽ ഒന്നാം സ്ഥാനം പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ്. മേട്ടുപ്പാളയം സ്ട്രീറ്റിലെ കിങ് സ്റ്റാർ എന്ന ലോട്ടറി കടയിൽ നിന്നും വിറ്റുപോയ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉടമയുണ്ട്. ഇത് എപ്പോഴാണ് ഈ ടിക്കറ്റ് വിറ്റുപോയത്? വിറ്റുപോയിട്ട് ഒരു 10 ദിവസമാവും. ഇപ്പോൾ ധനലക്ഷ്മി ലോട്ടറി കൊണ്ടാണ് പേര് നെയിം അടിച്ചിരിക്കണേ. ധനലക്ഷ്മി എന്നാണ് സബ് ഏജൻസിയാണ്. ഒരു അരമണിക്കൂറിൽ അറിയും ഏതാ ധനലക്ഷ്മി. 4-5 ഉണ്ട്. ഏതെന്ന് അറിഞ്ഞിട്ട് അരമണിക്കൂറിൽ അറിയിക്കാം. പാലക്കാടുള്ള സബ് ഏജൻസി? പാലക്കാടുള്ളത്. പാലക്കാടുള്ള ആൾക്കാരുടെ സാധ്യത? പാലക്കാടെന്നല്ല, മറ്റേ കേരളത്തിലെ എല്ലാ ജില്ലയ്ക്കും ടിക്കറ്റ് പോകും. തിരുവനന്തപുരം പോകും, കാസർഗോഡ്, വയനാട്, കൊല്ലം, തൃശ്ശൂർ എല്ലാവിടേക്കും എടുത്തിട്ട് പോകും. അതാണ് കഴിഞ്ഞ കുറേ ആയിട്ടേ പാലക്കാട് ഒന്നാം സ്ഥാനം അടിച്ചാലും മറ്റേ ഭാഗ്യത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ആയിരിക്കും. അങ്ങനെയാണല്ലോ പലപ്പോഴും. അങ്ങനെ ഒരു സാധ്യത ഇപ്പോഴും ഉണ്ടോ? അതെങ്ങനെയാന്ന് ഇല്ലല്ല, ചാൻസ് കുറവാണ്. നോക്കാം, എന്നാലും നോക്കാം. നമ്മുടെ റീറ്റെയിലിൽ നിന്ന് നല്ല ഫുള്ളായിട്ട് ആൾക്കാരും അതിൽ തമിഴന്മാർ എല്ലാവരും ഉണ്ടല്ലോ. ആർക്ക് ലഭിക്കും ഒന്നും പറയാൻ പറ്റില്ല. ഭാഗ്യം ആരുടെ തേടുന്നൊന്നും പറയാൻ സാധ്യത. നമുക്ക് എത്ര കമ്മീഷൻ കിട്ടും? നമുക്ക് ബില്ല് DC തൊട്ട് പോയിരിക്കുകയാണ്. 10% DC ബോണസ് ഉണ്ട്. അത് അവർക്ക് ഫുള്ളായി നമ്മൾ കൊടുക്കും. ഭാഗ്യ ലോട്ടറി അടിച്ച ആൾക്ക് എത്ര രൂപ കയ്യിൽ കിട്ടും? ഏതാണ് 63 10 കോടി. അപ്പം 63 6,30,00,000 രൂപ അവർക്ക് കിട്ടും. അതെ, ടിക്കറ്റ് വിറ്റ അനുസരിച്ച് 10%. ഒരു അരമണിക്കൂർ കൂടി കാത്തിരുന്നാൽ ആരാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരും. അതിനായിട്ട് കാത്തിരിക്കുകയാണ്. 10 ദിവസം മുമ്പാണ് ഇവിടുന്ന് ധനലക്ഷ്മി എന്ന സബ് ഏജൻസി ടിക്കറ്റ് വാങ്ങിയത്. അത് എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇപ്പോൾ പെട്ടെന്ന് വാർത്ത വന്നതിന് അതിന്റെ ഒരു അന്താളിപ്പിൽ തന്നെയാണ്. ഇത് സ്ഥിരം ഇവിടെ കിട്ടാറുണ്ടോ? അങ്ങനെ ഇവിടെ ഒരു വർഷത്തിൽ 25 ഒന്നാം സമ്മാനം കൊടുത്തിട്ടുണ്ട്. കൊറോണയ്ക്ക് മുന്നേ സമ്മാനങ്ങളുടെ പെരുമല. കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി പാലക്കാട് ഏറ്റവും കൂടുതൽ, പാലക്കാടെന്നല്ല കേരളത്തിൽ തന്നെ എല്ലാവർക്കും അറിയാം. ഈ ഒരു സ്ഥാപനമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കേരള ഭാഗ്യക്കുറി വിൽപ്പനയും പാലക്കാട് ജില്ലയിൽ ഈ സ്ഥാപനം തന്നെ. ഇതിലൊന്നും അത്ര വലിയ പുതുമയില്ല, സ്ഥിരമുള്ള പുതുമയല്ല. എല്ലാ സമ്മാനം നമുക്ക് പുതുമ തന്നെ, എല്ലാ സന്തോഷം തന്നെയല്ല. അതാണ് അമീന, ഒരു അരമണിക്കൂർ കൂടി കാത്തിരുന്നാൽ ആരാണ് ആ ലോട്ടറി ഇവിടെ നിന്ന് ടിക്കറ്റ് കൊണ്ടുപോയതെന്നറിയാം. നമുക്ക് കാത്തിരിക്കാം. പ്രേക്ഷകർക്കൊപ്പം നമുക്കും കാത്തിരിക്കാം. ആ ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് ആരുടെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത് എന്നറിയാൻ വേണ്ടി. നമ്മെ തേടി വരുന്ന വാർത്തകൾ നിരവധിയുണ്ട്. തേടിച്ചെന്ന് കണ്ടെത്തേണ്ട ചില വാർത്തകളുണ്ട്. അറിഞ്ഞും പറഞ്ഞും കണ്ടും കേട്ടും കുരുക്കഴിച്ചെടുക്കേണ്ട വാർത്തകളുമുണ്ട്. വളഞ്ഞും നേരെയുമായി കിടക്കുന്ന ഈ വഴികൾ പോലെ വാർത്തകൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഓരോ യാത്രയും നമ്മെ പലതും പഠിപ്പിക്കും. പുതിയ ജീവിതങ്ങൾ, പുതിയ മുഖങ്ങൾ, അനുഭവങ്ങളുടെ തീച്ചൂടേറ്റ് കണ്ടെത്തുന്ന സത്യങ്ങൾ നിർഭയമായി. പ്രേക്ഷകൻ എന്ന അവകാശിക്കായി ഓരോ വാർത്തയും ന്യൂസ് അവർ.